ഡിസാസ്റ്റർ റിക്കവറിക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം നമ്മുടെ ഡേറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പം ബാക്കപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമ്മളത് ഒറ്റ ബാക്കപ്പ് എടുത്ത് ഒരു തവണ വെച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ ഡേറ്റ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ നമ്മുടെ ഡേറ്റ എപ്പോഴും നമ്മുടെ ഹാർഡ് ഡിസ്കിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മളൊരു കണ്ടിന്യൂസ് ബാക്കപ്പ് റിക്കവറി പ്ലാൻ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് ഒരു ഓഫീസ് എൻവയോൺമെൻറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ നമ്മുടെ AWSലുള്ള ഒരു വിർച്വൽ മെഷീൻ്റെ ഹാർഡ് ഡിസ്ക് അതായത് നമുക്ക് അതിൻ്റെ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്ന EBS ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോർ ഡിസ്കിൻ്റെ ബാക്കപ്പ് എങ്ങനെ നമുക്കൊരു കണ്ടിന്യൂസ് ഒരു ഇൻക്രിമെൻ്റൽ മോഡൽ നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് പല ഓഫീസ് എൻവയോൺമെൻറ്റ്സിലും. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് സെഷനിൽ നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനൊരു AWSൻ്റെ ഫ്രീ ടയർ അക്കൗണ്ടിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു റണ്ണിംഗ് ആയിട്ടുള്ളൊരു സെർവർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സെർവർ 1 എന്ന് ഞാനതിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ബാക്കപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സെർവറിന് നിങ്ങൾ എപ്പോഴും ഒരു നെയിം ടാഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ടാഗ് ചെയ്ത സെർവേഴ്സും ബാക്കപ്പ് ചെയ്ത വോളിയൂംസ് മാത്രമേ നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ സെർവർ 1 എന്ന് പറഞ്ഞൊരു സെർവറാണ് ഞാനിപ്പോൾ ബാക്കപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സെർവർ 1 നമുക്കിപ്പോൾ റണ്ണിംഗ് ആണ്. അപ്പോൾ ഞാനതൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് അതിൽ ഞാനിപ്പോൾ അപ്പാഷെ വെബ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പബ്ലിക് DNS എടുത്തിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കതിൽ അപ്പാഷയുടെ ഒരു ഹോം പേജാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡെമോ പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാഷെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സെർവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറിലെ വോളിയംസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്കതിൽ കറസ്പോണ്ടിങ് ആയിട്ടൊരു വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ 8 GB സൈസാണ് ഞാൻ ക്രിയേഷൻ ടൈമിൽ കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഒരു വോളിയം നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളൊരു കണ്ടിന്യൂസ് ബാക്കപ്പ് പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഒരു വോളിയം, അതായത് നമുക്ക് ഈ റണ്ണിങ് ഇൻസ്റ്റൻസിലെ ഡേറ്റാസ് കീപ്പ് ചെയ്യുന്ന EBS ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറാണ് നമ്മൾ ബാക്കപ്പ് എടുത്ത് വെക്കുന്നത് കണ്ടിന്യൂസ് ഇൻക്രിമെൻ്റൽ മോഡലിൽ. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലാസ്റ്റിക് ബ്ലോക്ക് സ്റ്റോറിൽ തന്നെ നമുക്കിവിടെ സ്നാപ്ഷോട്ടാണ് നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ മാനുവലി വേണമെങ്കിൽ ഒരു സ്നാപ്ഷോട്ട് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് മാനുവലി നമുക്ക് ഓരോ തവണയും ഓരോ ചേഞ്ചസ് നമുക്ക് നമ്മുടെ സെർവറിൽ വരുത്തുമ്പോൾ ആ പുതിയ ഡേറ്റാസ് കിട്ടുന്നതിന് വേണ്ടി ബാക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ തവണയും നമുക്ക് മാനുവലി ഇവിടെ ക്രിയേറ്റ് സ്നാപ്ഷോട്ട് കൊടുത്തിട്ട് നമുക്ക് സ്നാപ്ഷോട്ട് എടുത്ത് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതല്ല, നമുക്കിപ്പോൾ അതൊരു പ്രാക്ടിക്കലി ഇപ്പം എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമില്ല. ചില സമയത്ത് ചില ദിവസങ്ങളിൽ നമ്മളത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ബാക്കപ്പ് എടുക്കുമ്പോൾ അപ്പോൾ അതിനൊരു സൊല്യൂഷനാണ് നമ്മളിപ്പോൾ ലൈഫ് സൈക്കിൾ മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റഡ് ബാക്കപ്പ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ലൈഫ് സൈക്കിൾ മാനേജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതെടുക്കാം. അവിടെ നമുക്ക് ക്രിയേറ്റ് ലൈഫ് സൈക്കിൾ പോളിസി എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ക്രിയേറ്റ് ലൈഫ് സൈക്കിൾ പോളിസിയിൽ EBS സ്നാപ്ഷോട്ട് പോളിസി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ. അപ്പോൾ നമുക്കിവിടെ ബാക്കപ്പ് ചെയ്യേണ്ടത് വോളിയമാണ്. നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു പേര് നമുക്ക് വോളിയം അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻസ് പറഞ്ഞു കൊടുക്കാം. നമുക്കിപ്പോൾ വോളിയമാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന കാര്യം പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. മൈ ബാക്കപ്പ് 1 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വോളിയമാണോ നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ നെയിം, അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമുക്കിതിൽ ടാഗ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സെർവറിന് ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു, ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നെയിം സെർവർ 1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വോളിയമാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പോളിസി, നമുക്ക് ഈ ഒരു ബാക്കപ്പ് പോളിസിക്ക് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ടാഗ്സ് ക്രിയേറ്റ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എസെൻഷ്യൽ നമുക്കിവിടെ മാൻഡേറ്ററി അല്ല. ഓക്കെ, പിന്നീട് താഴോട്ട് വരുമ്പോൾ പിന്നീടുള്ളത് നമുക്കൊരു ഡിഫോൾട്ട് റോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു റോൾ നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ ഇവിടെ അത് നമ്മൾ IAM റോളിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. നമുക്ക് IAMൻ്റെ സെഷൻസ് നോക്കിയിട്ടുള്ളവർ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ റോൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളല്ല. പക്ഷേ നമുക്കിവിടെ അത് കൂടുതൽ അറിയേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചൂസ് അനദർ റോൾ എന്നും പറഞ്ഞിട്ട് ഇപ്പോൾ ഓൾറെഡി എനിക്കിവിടെ റോൾ ഉണ്ട്. AWS ഡേറ്റ ലൈഫ് സൈക്കിൾ മാനേജർ എന്ന് പറഞ്ഞ് ഞാനൊരു റോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഡിഫോൾട്ട് റോൾ എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ റോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ലൈഫ് സൈക്കിൾ മാനേജർ തന്നെ അങ്ങനെ റോൾ ക്രിയേറ്റ് ചെയ്തോളും. ഞാനിപ്പോൾ ഓൾറെഡി ഒരു റോൾ ഉള്ളതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂളിനൊരു നെയിം കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഡെയിലിയാണ് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് മനസ്സിലാകുന്ന രീതിയിലൊരു പേര് കൊടുക്കാം. ഞാനിപ്പം ഡെയിലിയാണ് ഷെഡ്യൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബാക്കപ്പ്. അപ്പം ഡെയിലി ബാക്കപ്പ് എടുക്കുന്നതുകൊണ്ട് ഞാൻ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു പേര് കൊടുത്തു. കാരണം നമുക്ക് പോളിസി ഷെഡ്യൂൾ നമുക്ക് ഒന്നിൽ കൂടുതൽ പോളിസി ഷെഡ്യൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പേര് ഇവിടെ കൊടുക്കുന്നത്, തമ്മിൽ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട്. കൂടുതൽ നമ്മൾ പിന്നീട് കൊടുത്തു കഴിയുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട്. പിന്നീട് നമുക്കിതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ
എപ്പോഴൊക്കെയാണ് ബാക്കപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിസ്റ്റ്, ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ബാക്കപ്പ് എടുക്കാം, അല്ല വീക്ക്ലി വൺസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി. ഇനി അതുമല്ലെങ്കിൽ കൂടുതൽ ഫൈൻ ട്യൂൺ ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമായിട്ടുള്ള ക്രോൺ എക്സ്പ്രഷൻസ് വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. നമ്മൾ സാധാരണ ലിനക്സിലൊക്കെ ക്രോൺ ജോബ് സെറ്റ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളിന് നമുക്കിവിടെ ഡെയിലി ഇട്ടത് കൊടുത്ത് നോക്കാം. ഡെയിലി ഇട്ടിട്ട് ഡെയിലിയിൽ അവർ നമ്മൾ സെലക്ട് ചെയ്യണം, ഏത് അവറിൽ എത്ര അവേഴ്സിലാണിത് ബാക്കപ്പ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ എവരി 12 അവേഴ്സിലാണെങ്കിൽ അങ്ങനെ, അല്ലാതെ എല്ലാ മണിക്കൂർ കൂടുമ്പോഴും ബാക്കപ്പ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എവരി അവർ കൊടുക്കുകയാണ്. അപ്പോൾ എവരി അവർ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ബാക്കപ്പ് എപ്പോഴാണ് ഇതിൽ ഫസ്റ്റ് ബാക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള ടൈം നമ്മളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ടൈം കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മുടെ AWS ടൈം കാണിക്കുന്നത് ഇപ്പോൾ UTC ടൈമിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി നമ്മുടെ ഇന്ത്യയിലെ ടൈം ഇപ്പോൾ IST ആയിട്ട് നമുക്ക് കാണണമെങ്കിൽ, നമുക്കത് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് UTC to IST കൺവെർട്ടർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. UTC to IST കൺവെർട്ടർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ലിങ്ക് എടുത്തിട്ട് നമുക്കിപ്പം ഇതിൽ കാണിക്കുന്ന ടൈം, അതായത് നമുക്കിപ്പം നമ്മുടെ ആക്ച്വൽ ടൈം നമുക്കിപ്പോൾ 12:27 PM ആണ് ഇപ്പോൾ ആയത്. അപ്പോൾ നമുക്കിപ്പം ഒരു 12:45 നമ്മുടെ IST ടൈം നമുക്ക് 12:45 അല്ലെങ്കിൽ നമുക്ക് 12:45 എന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ, അതായത് 12:45 ഞാനിപ്പോൾ കൊടുത്തു, 12:45 കൊടുത്തു. അപ്പോൾ അത് UTC ടൈമിൽ കറക്റ്റ് കൺവെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് നോക്കണം, സെയിം ഡേറ്റ് തന്നെയാണ് ഇപ്പം. അതുപോലെ ഇപ്പോൾ UTCയിലാണ് നമ്മൾ കൊടുക്കേണ്ടതെങ്കിൽ 12:45 ഇന്ത്യൻ ടൈം PM എന്ന് പറഞ്ഞാൽ UTCയിൽ 7:15 AM ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 7:15 AM ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കൊടുക്കാം. 07:15. അപ്പോൾ ഈ ടൈം കൺവേർഷൻ ചിലപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമായിരിക്കും. കാരണം നിങ്ങളിവിടെ ഒരു ടൈം ഇപ്പം അടുത്ത ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് നമുക്ക് ബാക്കപ്പ് എടുക്കണമെന്ന് ഉദ്ദേശിച്ച ഒരു ടൈം ഇവിടെ കൊടുത്തു, പക്ഷേ അത് ബാക്കപ്പ് ആവുന്നില്ലെന്ന് പറയും. കാരണം ടൈം സോൺ നിങ്ങൾ സെലക്ട് ഇവിടെ ഡിഫോൾട്ട് വരുന്നത് UTC ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടൈം വെച്ച് നോക്കുമ്പോൾ അത് ഇന്ത്യൻ ടൈമിൽ കൺവേർട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം അവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ അടുത്ത ഒരു 15-20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒരു ബാക്കപ്പ് എനിക്ക് കിട്ടണമെങ്കിൽ ആ കറസ്പോണ്ടിങ് UTC ടൈം എത്രയാണെന്ന് നോക്കിയിട്ട് ആ ടൈം വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അതുപോലെ ഇവിടെ വേറൊരു കാര്യം, റീറ്റൻഷൻ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഏജ് വൈസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൗണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര സ്നാപ്ഷോട്ട്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് കിട്ടണമെന്നുള്ളതാണ്. അതായത് ഇപ്പം ഞാനിപ്പം 2 ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് 2 ബാക്കപ്പ് ഫയൽസ് അവിടെ സ്നാപ്ഷോട്ട്സ് എപ്പോഴും ഓൾറെഡി റിട്ടേൺ ചെയ്യും. അത് മൂന്നാമതൊരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആവുന്ന സമയത്ത് ആദ്യം സെലക്ട് ചെയ്തിരുന്ന ക്രിയേറ്റ് ആയ ബാക്കപ്പ് ഫയൽ ഓവർ റൈറ്റ് ആയിട്ടാണ് മൂന്നാമത്തത് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇനി ഞാൻ 5 ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് 5 ബാക്കപ്പ് സ്നാപ്ഷോട്ട്സ് അവിടെ ക്രിയേറ്റ് ആയി കിടക്കും. 6ാമതൊരെണ്ണം ക്രിയേറ്റ് ആയി വരുന്ന സമയത്ത് ഫസ്റ്റ് വൺ ക്രിയേറ്റ് ആയത് ബാക്കപ്പ് ഓവർ റൈറ്റ് ആയിട്ട് അവിടെയാണ് അടുത്ത 6ാമത്തത് ക്രിയേറ്റ് ആയി വരുന്നത്. അപ്പോൾ അതാണ് റീറ്റേൺ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ തൽക്കാലം 1 ആണ് ഇവിടെ കൊടുക്കുന്നത് എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തത് ഇപ്പോൾ ഏകദേശം 12:30 ആവാറായി. ഞാനിപ്പോൾ 12:45 ടൈം കൊടുത്തത്. നമുക്കത് വേണമെങ്കിൽ കുറച്ചുകൂടെ മാറ്റിയിട്ട് നമുക്കൊരു 12:30 നമുക്ക് 12:40 ആക്കാം. 12:40 ആക്കുകയാണെങ്കിൽ 7:10 AM ആയി. നമുക്കിവിടെ അത് മാറ്റിയിട്ട് 7:10 ആക്കി. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ IST to UTC കൺവേർഷൻ കറക്റ്റായിട്ട് നോക്കിയെടുത്ത് കൊടുക്കുക. കാരണം നമുക്കിവിടെ ഡയറക്റ്റ് IST കൊടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇവിടെ വീണ്ടും നമ്മൾ ഈ പോളിസിക്ക് ടാക്സ് എല്ലാം കൊടുക്കണമെങ്കിൽ അതൊക്കെ കൊടുക്കാൻ ടാഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്നും മാൻഡേറ്ററി സ്റ്റെപ്സ് അല്ല. പിന്നീട് അതുപോലെ നമുക്കിവിടെ കൂടുതൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. പല 2, 3, 4 പോളിസീസ് നമുക്ക് ടോട്ടൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ടൈം ഷെഡ്യൂളാണ് ഇവിടെ കൊടുത്തത്. അതായത് ഡെയിലി എവരി അവേഴ്സിൽ ഡെയിലി ഷെഡ്യൂൾ വെച്ചിട്ട് ഇങ്ങനെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. അതല്ല നമുക്ക് വീണ്ടും വേറൊരു ഇപ്പം മന്ത്ലി ബാക്കപ്പ് വേണമെങ്കിൽ അടുത്തൊരു ഷെഡ്യൂളായിട്ട് അങ്ങനെ കൊടുത്ത് വയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് 4 പോളിസീസ് ഇവിടെ ഓപ്ഷണലി ക്രിയേറ്റ് ചെയ്ത് വെക്കാം ടോട്ടലി. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നിങ്ങൾക്ക് ക്രിയേറ്റ് പോളിസി നമുക്ക് കൊടുക്കാം. അപ്പോൾ പോളിസി സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയെന്ന് കാണിച്ചു. നമുക്കത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ പോളിസി ലിസ്റ്റിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോളിസി ഇവിടെ കാണിക്കും. അത് എനേബിൾഡ് ആണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് അടുത്ത 12:40 ക്രിയേറ്റ് ചെയ്യാനാണ്, ഫസ്റ്റ് ബാക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ബാക്കപ്പ് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ അതിവിടെ സ്നാപ്ഷോട്ട്സ് എന്നും പറഞ്ഞൊരിടത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി വരും. ആ ഒരു ഫസ്റ്റ് സ്നാപ്ഷോട്ട് ഇവിടെ നമുക്ക് 12:40 അത് സ്റ്റാർട്ട് ചെയ്തു. സ്നാപ്ഷോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് 12:40 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് ക്രിയേറ്റ് ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അത് ആ ക്രിയേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമ്മുടെ ഫസ്റ്റ് സ്നാപ്ഷോട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഒരു സ്നാപ്ഷോട്ട് ടൈം വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു വീഡിയോ റെസ്യൂം ചെയ്യാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി അടുത്ത സ്റ്റെപ്സ്. ഇപ്പം നമുക്കിപ്പോൾ ആ ഒരു സ്നാപ്ഷോട്ട് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിരിക്കുകയാണ്. അതായത് ഇപ്പം നമ്മൾ ആക്ച്വലി 12:40 ആ സ്നാപ്ഷോട്ട് ക്രിയേഷൻ്റെ ടൈം നമ്മൾ ISTയിൽ കൺവേർട്ട് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ടൈം നോക്കിയാൽ 1:04 ആയി, ആക്ച്വലി 1:05 PM ആയി. അതായത് നമുക്കൊരു അറൗണ്ട് ഒരു 10-20 മിനിറ്റ്സ് എടുത്തു, 10 മിനിറ്റ്സിന് പുറത്തെടുത്തു, 20 മിനിറ്റ്സ് അറൗണ്ട് എടുത്തു. 12:40 കൊടുത്തിട്ട് ഇപ്പോഴാണ് അത് ക്രിയേറ്റ് ആയി കഴിഞ്ഞത്. അപ്പോൾ ആക്ച്വലി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പം
ഈ ഒരു നമ്മൾ ടൈം കൊടുത്ത 12:40 ആണ്. അപ്പോൾ 12:40 തന്നെ ടൈം കൊടുത്തു കഴിഞ്ഞാൽ 12:40 തന്നെ ഇവിടെ ഒരു സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആയി വരുമെന്ന് പ്രതീക്ഷിക്കരുത്, മനസ്സിലായില്ലേ? അപ്പോൾ അവർ ആ ഒരു ലൈഫ് സൈക്കിൾ പോളിസി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ആ പോളിസി രണ്ടാമത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ പോളിസി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോളിസി സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര പോളിസീസ് വേണമെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്തിടാം. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു പോളിസി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പോളിസി നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആക്ഷൻസ് എടുത്ത് ഇവിടെ മോഡിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോളിസി ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിലോ ടൈം എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിലോ മറ്റെന്തെങ്കിലും പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ആ പോളിസി ഒന്ന് മോഡിഫൈ നമുക്ക് തുടങ്ങി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് 7:10 UTC ആണ് നമ്മൾ ടൈം കൊടുത്തത്. അതായത് നമ്മൾ 7:10 AM UTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ 12:40 PM. അപ്പോൾ 12:40 PM ഞാൻ ടൈം കൊടുത്തു കഴിഞ്ഞു. സ്നാപ്ഷോട്ട് എനിക്ക് ക്രിയേറ്റ് ആയി വന്നത് ആക്ച്വലി 1:05 PM അപ്പോൾ ഒരു 20 മിനിറ്റ്സോളം ടൈം എടുത്തു ഇവിടെ. അത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ ടൈം കഴിഞ്ഞിട്ട് വിത്തിൻ 1 hour ആണ് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്ത് തരുന്നതെന്നുള്ളത്. അത് കറക്റ്റായിട്ട് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ആ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ ടൈമിൽ ആ ഫ്രം ദാറ്റ് ഒരു കറക്റ്റ് ഇൻസ്റ്റൻസിലല്ല അവിടെ ക്രിയേറ്റ് ആയി സ്നാപ്ഷോട്ട് വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാനാണ് ഞാനിപ്പോൾ ഇത് വീണ്ടും മോഡിഫൈ എടുത്തത്. നമുക്കിത് ക്യാൻസൽ ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസ് ഒന്നും ഈ പോളിസിയിൽ ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ ഈ ലൈഫ് സൈക്കിൾ പോളിസി യൂസ് ചെയ്ത് നമ്മൾ ആ ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്തു. അപ്പോൾ ഇനി എല്ലാ 1 hourലും നമുക്കിതുപോലെ നമ്മുടെ EBS ഓളിയത്തിൻ്റെ സ്നാപ്ഷോട്ട് ഇവിടെ ഒരു ഇൻക്രിമെൻ്റൽ മോഡലിൽ ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കും. ഈ ഒരു സ്നാപ്ഷോട്ട് ഞാനിപ്പോൾ ഒരു സ്നാപ്ഷോട്ടേ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സ്നാപ്ഷോട്ട് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. പുതിയ വരുമ്പോൾ ഇത് ഓവർ റൈറ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻക്രിമെൻ്റൽ ബാക്കപ്പ് നമുക്കിവിടെ സ്നാപ്ഷോട്ടിൻ്റെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ഇവിടെ റൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു ഇൻസ്റ്റൻസ് നമുക്കിവിടെ റണ്ണിങ് ആണ്. നമ്മൾ അതിൻ്റെയാണ് ഇപ്പോൾ അതിൽ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഞാനൊരു അപ്പാഷെ ഫയൽ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു URL വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിനൊന്ന് നമുക്ക് കോപ്പി ചെയ്തിടാം, പിന്നീട് ടെസ്റ്റ് കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, കോപ്പി ചെയ്തിട്ടു. നമുക്കിനി നമ്മുടെ ഇതിൽ മെയിൻ ന്യൂസ് നമുക്കിപ്പോൾ റൺ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസ് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അതിലൊരു ഡിസാസ്റ്റർ സംഭവിച്ചു, അത് ഡൗൺ ആയി പോവുകയോ മറ്റെന്തെങ്കിലും നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്ത് അതിലെന്തെങ്കിലും പ്രശ്നം വരികയോ എന്തെങ്കിലും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആയി കിട്ടുന്ന ഈ സ്നാപ്ഷോട്ടിൽ നിന്ന് പുതിയൊരു നമുക്ക് ഇൻസ്റ്റൻസ് എങ്ങനെ ലോഞ്ച് ചെയ്യാം, സെയിം കോപ്പി സ്നാപ്ഷോട്ടിൻ്റെ സെയിം കോപ്പി വെച്ചിട്ട് നമുക്ക് പുതിയൊരു ഇൻസ്റ്റൻസ് പെട്ടെന്ന് എങ്ങനെ ലോഞ്ച് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആയി കിട്ടി. സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിൻ്റെ ആക്ഷൻസ് എടുത്തിട്ട് നമുക്ക് പിന്നെ ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഓളിയും ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി എക്സ്പീരിയൻസ്. ഇപ്പോൾ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇമേജാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ അതിനൊരു പേര് കൊടുക്കുകയാണ്, ടെസ്റ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ക്രിയേറ്റ് കൊടുത്തു. നമുക്കിവിടെ സൈസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് ആക്ച്വലി ആദ്യമുള്ള സ്നാപ്ഷോട്ട് നമ്മൾ ഫസ്റ്റ് ഓളത്തിൻ്റെ ഡിഫോൾട്ട് സൈസ് ആയിരിക്കും ഇവിടെ വരുന്നത്. നമുക്ക് വേണമെങ്കിൽ വീണ്ടും സൈസ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ഒരു ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഈ സ്നാപ്ഷോട്ടിൽ നിന്നുകൊണ്ട് ഞാൻ പുതിയൊരു ഇമേജ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമുക്കിനി ഇമേജസിൽ AMIസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിനി ഈ ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു ലോഞ്ച് ചെയ്ത് നമ്മൾ പുതിയൊരു ഇൻസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് സ്പോൺ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്പോൺ ചെയ്തെടുക്കുന്നത് നമുക്ക് ആക്ച്വലി ആദ്യം ഉണ്ടായിരുന്ന നമ്മുടെ ഒറിജിനൽ ഇൻസ്റ്റൻസിന് സെയിം ഐഡൻറ്റിക്കൽ കോപ്പി ആയിരിക്കും. കാരണം അതിൻ്റെ EBS ബാക്കപ്പ് ആ വോളിയം, അതായത് ഡേറ്റ വോളിയം സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് ഒറിജിനൽ വോളിയത്തിൻ്റെ സ്നാപ്ഷോട്ട് എടുത്തിട്ട് ആ സ്നാപ്ഷോട്ടിൽ നിന്നാണ് ഇപ്പോൾ ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. എന്നിട്ട് ആ ഇമേജിൽ നിന്നാണ് നമ്മൾ വീണ്ടും പുതിയൊരു ഇൻസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇമേജിൽ നിന്നുകൊണ്ട് നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു ഇമേജ് നമ്മുടെ എക്സാമ്പിളിനുള്ളൂ. നമുക്ക് ഈ ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ലോഞ്ച് കൊടുക്കാം. ലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ EC2 ഇൻസ്റ്റൻസസ് നമ്മൾ പിന്നീട് ഫസ്റ്റ് ലോഞ്ച് ചെയ്യുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് അവൈലബിലിറ്റി സോണൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ 1A ആണ് ഇവിടെ കൊടുത്തിരുന്നത്. നമുക്ക് ഒറിജിനലി ഉണ്ടായിരുന്ന ഇൻസ്റ്റൻസ്. ഞാനിപ്പോൾ ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണമെങ്കിൽ നമുക്ക് 1B കൊടുക്കാം. അല്ലെങ്കിൽ സെയിം തന്നെ ഡിഫോൾട്ട് തന്നെ ഇട്ട് പോയാലും മതി. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ഓഫീസ് എൻവയോൺമെൻറ്റിൽ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ലോഡ് ബാലൻസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു സബ്നെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, വേറൊരു റീജിയനിലുള്ള. ഓക്കെ, എന്നിട്ട് നമുക്ക് ടാഗ്സ് വേണമെങ്കിൽ നമുക്കിവിടെ ടാഗ് വന്നിട്ട് നമുക്ക് ജസ്റ്റ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സെർവർ 2 എന്ന് കൊടുക്കാം. സെർവർ 2 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് ഓൾറെഡി ഉള്ള ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ ഓൾറെഡി ഉണ്ട്, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത്. അത് തന്നെ ഞാനിപ്പോൾ വീണ്ടും യൂസ് ചെയ്യുകയാണ്, സെക്യൂരിറ്റി ഗ്രൂപ്പ് 1 എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ എന്നിട്ട് റിവ്യൂ ആൻഡ് ലോഞ്ച് കൊടുക്കുകയാണ്. കീപ്പർ എനിക്ക് ഓൾറെഡി ഉണ്ട്. ഞാൻ ഈ കീപ്പറിൻ്റെ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ AWSൻ്റെ സീരീസ് ചെയ്തപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രത്യേകം സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സെഷൻസൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഞാനത് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിൽ ഞാൻ അതിനൊരു പ്ലേലിസ്റ്റ് ഞാനിവിടെ കൊടുത്തേക്കാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കയറി നോക്കി പഠിക്കാവുന്നതാണ്. ഇപ്പോൾ AWSൻ്റെ മറ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സീരീസ് കാണാത്തവരാണ് ആദ്യമായിട്ട് ഈ സെഷൻ കാണുന്നതെങ്കിൽ. അപ്പോൾ ഞാനിതിൽ ലോഞ്ച് ഇൻസ്റ്റൻസസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെർവർ 2 ഇപ്പം ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റണ്ണിങ് സ്റ്റേറ്റിലായിട്ട് നമുക്ക് അതിൽ നിന്ന് നമുക്ക് സെർവർ 1 ഐഡൻറ്റിക്കലായിട്ടാണോ ഇത് കിട്ടിയെന്നുള്ള കാര്യമൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ സെർവർ 2 ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിലായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പബ്ലിക് DNS ഒന്ന് പബ്ലിക് DNS അല്ലെങ്കിൽ IP അഡ്രസ്സ് ഏതെങ്കിലും നമുക്കൊന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നമുക്ക് അതും ഒന്ന് നമ്മുടെ ബ്രൗസറിൻ്റെ വേറൊരു ടാബിൽ നമുക്കൊന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് സെയിം അപ്പാഷയുടെ ആ ടെസ്റ്റ് പേജ് ഇതിലും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതായത് നമ്മൾ ഫസ്റ്റ് സെർവറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നമ്മൾ അപ്പാഷയായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് സെർവർ നമ്മൾ അതിൻ്റെ ഇമേജിൽ നിന്ന് ലോഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ആ സെയിം അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അതേ സോഫ്റ്റ്വെയർ നമുക്ക് അപ്പാഷയെ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് സെർവറിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസോ നിങ്ങളുടെ ഓഫീസ് എൻവയോൺമെൻറ്റിൽ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസും കോൺഫിഗറേഷൻസിലും എല്ലാം ചെയ്ത ഒരു സെർവറാണ് നമുക്ക് ഇങ്ങനെ ശരിക്കും സ്നാപ്ഷോട്ട് വഴി ഒരു ഇൻക്രിമെൻ്റൽ ബാക്കപ്പിന് സെറ്റ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ എടുത്ത് വെച്ചിരുന്ന സ്നാപ്ഷോട്ടിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് സെയിം ഡേറ്റ ഉപയോഗിച്ചിട്ട് തന്നെ ഡേറ്റ ലോസ് വരാതെ. അപ്പോൾ ഇതാണ് ഈ ഒരു മെത്തഡോളജിയുടെ മെയിൻ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ബാക്കപ്പ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. വേറെ മെത്തേഡ്സ് നമുക്ക് ഒരുപാടുണ്ട്. പെട്ടെന്ന് നമുക്കൊരു ഓഫീസ് എൻവയോൺമെൻറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യുക. ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ടൈം കൺവേർഷൻ UTCയും IST നമ്മുടെ ടൈം കൺവേർഷൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രീ സൈറ്റ് എടുത്ത് നിങ്ങൾ അത് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അതുപോലെ മറ്റൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആ ഒരു ബാക്കപ്പ് സ്നാപ്ഷോട്ട് കൊടുക്കാൻ പറഞ്ഞ ആ ഒരു ഇൻസ്റ്റൻറ്റിലല്ല നമുക്ക് സ്നാപ്ഷോട്ട് ഇവിടെ ഉണ്ടായി വരുന്നത്. കുറച്ച് ആ ഒരു വിത്തിൻ 1 hour ഫസ്റ്റ് സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആയി വരുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് അതവിടെ സ്നാപ്ഷോട്ട് ക്രിയേറ്റ് ആയി വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ നെക്സ്റ്റ് ഒരു റിയൽ ടൈം ആപ്ലിക്കേഷനിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സിനാരിയോ ആയിട്ട് നമുക്കൊരു നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് കാണാം.